സ്റ്റേജ് പ്രോഗ്രാംസുകളും അതുപോലെ തന്നെ നാദസ്വര കച്ചേരികളുമൊക്കെ ഇത്തവണ ആരൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ആകർഷണമാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ആ പുതുമയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാനായിട്ട് ആദരണീയ ശ്രീ മഹേഷ് ജി നമ്മളോടൊപ്പം ഉണ്ട്. ജി നമസ്കാരം. നമ്മൾ ഇത്തവണ ഇപ്പോൾ മേളത്തെക്കുറിച്ചും അതുപോലെ തന്നെ പഞ്ചവാദ്യം, മേളം, അതുപോലെ ആനകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഒരു രൂപരേഖ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ വേദികൾ പങ്കിടുന്ന എം ജി ശ്രീകുമാർ അടക്കമുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇത്തവണ നമുക്ക് കലാപരിപാടികളിലൂടെ ജനങ്ങളെ ആകർഷിക്കുന്നത്, അതിൻ്റെ ഒരു വിവരണം. അതെ, നമുക്ക് ഈ വർഷം മുൻവർഷങ്ങൾ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ കൂടുതൽ 1-2 പരിപാടികൾ മാത്രമേ കൊടുത്തുള്ളൂ. പ്രാവശ്യം നമ്മൾ ഒന്നാം വർഷത്തിന് തന്നെ വൈക്കം വിജയലക്ഷ്മിയുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അത് ഈ വർഷം, കഴിഞ്ഞ വർഷം വീണ കച്ചേരി, ഇപ്രാവശ്യം ഭക്തിഗാനമേളയായിട്ടത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ 5ാം വർഷത്തിന് കൃഷ്ണപ്രഭ സിനിമാ താരമാണ്, സിനിമാ സീരിയൽ താരമാണ് കൃഷ്ണപ്രഭ. കൃഷ്ണപ്രഭയുടെ ഡാൻസ് ഉണ്ട്. 7-ന് രാകേഷ് 6-ന് രാകേഷ് പെരുമാനന്ദൻ്റെ ഭക്തിഗാനമേള രാത്രി അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ രൂപാരേപതിയുടെ വയലിൻ 7-ന്. പിന്നെ നവ്യ നായർ ഡാൻസ് ഇട്ട് എം ജി ശ്രീകുമാറിൻ്റെ പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ കച്ചേരി ആറാട്ട് കച്ചേരി ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ബാലമുരുകൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആറാട്ട് കച്ചേരിയായിട്ട് വരുന്നത് കുന്നക്കുടി ബാലമുരുകൻ, പ്രഗത്ഭനായ ആളാണ്. അതുപോലെ അതിന് പക്കമേളം വരുന്നത് നമ്മുടെ ഹരിസാറാണ് മൃദംഗം, വാഴപ്പള്ളി കൃഷ്ണകുമാർ ഘടം. അങ്ങനെ നല്ലൊരു കച്ചേരിയാണ്. അത് ഇവിടെ കുറേ വർഷങ്ങളായിട്ട് കച്ചേരിക്ക് ഒരു ഇതില്ലാതെ നിൽക്കുമായിരുന്നു. പിന്നെ മേളത്തിൻ്റെ കാര്യം 1-2 കാര്യങ്ങൾ. മേള പഞ്ചവാദ്യത്തിൻ്റെ കാര്യം, ചോറ്റാനിക്കര സുഭാഷ് ചേട്ടൻ്റെ പഞ്ചവാദ്യമുണ്ട്, വൈക്കം ചന്ദ്രന്മാരുടെ പഞ്ചവാദ്യമുണ്ട്, ഒറ്റപ്പാലം ഹരിയുണ്ട്, ഹരിക്കാട് മഹേന്ദ്രനൊക്കെ പഞ്ചവാദ്യം എല്ലാം നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ വർഷം കൊങ്ങാട് മധുവാശാനുണ്ട്, ചെറുപ്പശ്ശേരി ശിവനാശാൻ, മന്ദളം, ദിനാകരൻ ഹരി, അത് തന്നെ പല്ലാവ സീതന്മാരാർ, ചേട്ടാനിക്ക നന്ദന്മാരാർ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും തന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും ഇച്ചിരൂടെ നമ്മൾ ഒരു കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മേളാണെങ്കിലും കല്ലൂരി കൃഷ്ണൻ്റെ മേളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. കല്ലൂരി കൃഷ്ണൻ ചോല്ലു മോഹൻമാരും ട്രെൻഡാണ് അല്ലേ, ട്രെൻഡാണ്. ശങ്കരൻകുട്ടിമാരായാലും കലാമണ്ഡലം ശിവദാസ് ഒന്നും വന്നിട്ടില്ല, ഇവിടെ കഴിഞ്ഞ വർഷം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വരാത്ത ആൾക്കാരെയാണ് ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഇവരൊന്നും വന്നില്ല. നമ്മൾ കിഴക്കൂട്ടിൻ്റെ മേളം മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ശങ്കരൻകുട്ടി ആശാൻ്റെ മേളവും പിന്നെ ജയറാമും ഉള്ളതുകൊണ്ട് പിന്നെ അത് നമ്മൾ ചെയ്യാറില്ല. പിന്നെ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്ന ഇതുണ്ടായിരുന്നു നമ്മുടെ തായമ്പകം. ഈ വർഷം നമ്മൾ മട്ടന്നൂർ ശ്രീരാജൻ ചിലക്കൽ നിതീഷിനെ തായമ്പകം വെച്ചേക്കുന്നത്. ഉത്സവം ഏകദേശം നമ്മൾ ഉത്സവത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം. ഒന്നാമത്തെ ഇത് നമ്മുടെ ഏറ്റുമാനൂർ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ആ ഉത്സവം അത്രയും മുകളിലേക്ക് പോയതുകൊണ്ട് ആൾക്കാർ ഇതിനെ ഇങ്ങനെ ഭക്തർ ഇങ്ങനെ ആ ലെവലിൽ പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ അതൊരു വലിയ ടാസ്ക്. അത് നമ്മുടെ പാടില്ല. നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലെ ഉത്സവം പോലെ അല്ല നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്സവം ആ കാലഘട്ടത്തിൽ ഒരു പീക്ക് ടൈമാണ് നമ്മൾ. കാരണം നമ്മൾ അശ്വതി ഭരണി തൊട്ട് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു സ്ഥലത്തും ശരിക്കും കേരളത്തിൽ ഇതുപോലൊരു ഉത്സവം ഈ സമയങ്ങളിൽ നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മേളക്കാർ എല്ലാം വടക്കുന്നുള്ള മേളക്കാരെല്ലാം പറഞ്ഞാൽ അവിടെയൊക്കെ പൂരത്തിൻ്റെ ഒരു പീക്ക് ടൈം അവിടെ ഇവരെല്ലാം അവിടെ ആവശ്യമുള്ള ആൾക്കാരാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ സമയങ്ങളിൽ കൊണ്ടുവന്ന് കൊട്ടിക്കാൻ. ആനകളാണെങ്കിലും ഇത്തരം ആനകളൊക്കെ അവിടെ നല്ല ഇതിൽ പോകുന്ന ആനകളാണ്. അങ്ങനെ നമ്മൾ അവിടെ ഈ ഇത്തരം സെറ്റപ്പ് ആക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഭക്തർക്ക് അവരിത് ആകാശത്തോടെയാണ് കാത്തിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പിന്നെ ഉത്സവം നമുക്ക് പിന്നെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുള്ള സഹകരണം നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത് ദേവസ്വം മന്ത്രിയുടെ മണ്ഡലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഉദയസമിതിയുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, ഹൈന്ദവ സംഘടനകൾ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും നമ്മളോട് വളരെ സഹകരിച്ചാണ് പോകുന്നത്. അപ്പോൾ അവരെല്ലാം അവരൊന്നും എല്ലാം കൂടെ കൂടിയാൽ നമുക്കിത് ഒരാളെ കൊണ്ട് 2 ആളെ കൊണ്ടൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം അവരെല്ലാവരുടെ സഹകരണം നമുക്കിപ്പോൾ ഉണ്ട്. ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയാൽ നമുക്കിത് ഗംഭീരമാക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണവും, പ്രത്യേകിച്ച് മന്ത്രി മാസവൻ സാറുടെ മണ്ഡലമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും, അതുപോലെ തന്നെ എല്ലാവരുടെയും കൂട്ടായ്മയും കൂടിച്ചേരലും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവമാണ് ഇത്തവണ വളരെ ഗംഭീരമായി നടത്താൻ ഉദ്ദേശിക്കുന്നത്.